അച്ചേട്ടാ, അച്ചേട്ടാ, അച്ചേട്ടാ. എന്ത് വേണം? എന്നോട് ദേഷ്യമാണോ? അയ്യോ, ദേഷ്യപ്പെടാൻ ഞാനാര്? നിങ്ങളൊക്കെ വലിയ വലിയ ആളുകൾ, ദൈവത്തിന്റെ വരപ്രസാദം ലഭിച്ചവർ. ഞാൻ അച്ചേട്ടനെ കാണാനിരിക്കുകയായിരുന്നു. എന്താ വിശേഷം? അച്ചേട്ടനെ സഹായിക്കാൻ അച്ഛന് കഴിവില്ലാഞ്ഞിട്ടല്ല, എന്തോ അച്ഛൻ എങ്ങനെയായിപ്പോയി. അത് ഞാൻ ആരോടും പരാതി പറഞ്ഞില്ലല്ലോ. അമ്മയ്ക്കും എനിക്കും വളരെ വിഷമം തോന്നി. എന്റെ കാര്യത്തിൽ നിനക്കെന്തിനു വിഷമം തോന്നണം? അതിന് നീ ഞാനും തമ്മിൽ എന്ത് ബന്ധം? ഓ, പണക്കാർക്ക് പട്ടിണി പാവങ്ങളോട് സാധാരണ തോന്നാറുള്ള സഹതാപമായിരിക്കും. എടി, എനിക്ക് നിന്റെ സഹതാപം ഒന്നും വേണ്ട. ദേഷ്യം തീരുന്നവരെ അച്ചേട്ടൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം. നിന്നെ ഗൾഫുകാരനെ കൊണ്ട് കെട്ടിച്ചാൽ അന്തസ് കൂടുമെന്ന് അയാൾ വിചാരിച്ചു കാണും. എന്നെ പോലെയുള്ള ആപ്പ ഉപ്പകൾ ഗൾഫിൽ പോയാൽ മകളെ കെട്ടാൻ പോകുന്നവരുടെ വില ഇടിഞ്ഞു പോവില്ലേ? അച്ചേട്ടൻ വിചാരിക്കുന്നുണ്ടോ ഒരു ഗൾഫുകാരനെ കെട്ടാൻ ഞാൻ ഓടി നടക്കുകയാണെന്ന്? അതൊക്കെ നിന്റെയും നിന്റെ തന്തയുടെയും കാര്യം. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, അച്ഛനോട് ദേഷ്യമുണ്ടെന്ന് വെച്ച് അച്ചേട്ടൻ എന്തിനാ എന്നോട് കയർക്കുന്നത്? എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. കുട്ടിക്കാലത്തൊക്കെ എത്ര സ്നേഹമായിട്ടാണ് അച്ചേട്ടൻ എന്നോട് പെരുമാറിയിരുന്നത്. മറ്റുള്ള കുട്ടികൾ എന്നെ കളിയാക്കിയാൽ തന്നെ അച്ചേട്ടൻ അത് സഹിക്കില്ലായിരുന്നു. സ്കൂളിൽ പോകുന്ന കാലത്ത് എനിക്ക് സ്ലേറ്റ് മായ്ക്കാൻ മഷിത്തണ്ട് പൊട്ടിച്ചു തരാറുള്ള ആ അച്ചേട്ടനെ എനിക്കെപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അച്ചേട്ടൻ എന്നെ വെറുക്കാൻ തുടങ്ങിയത്? വളർന്നപ്പോൾ പലതും ഞാൻ അറിഞ്ഞു. നമ്മൾ എന്നും രണ്ട് തോണിയിൽ സഞ്ചരിക്കേണ്ടവരാണെന്ന് എനിക്ക് തോന്നി. സ്വയം ഒരു തോന്നലുണ്ടായത് എന്റെ കുറ്റമാണോ? ഒരു ശത്രുവിനെ കാണുന്ന പോലെ എന്നെ കാണാൻ തുടങ്ങി. പക്ഷെ ഞാൻ ഒരിക്കലും അച്ചൂട്ടനെ അങ്ങനെ കരുതിയിട്ടേയില്ല. എന്നുവെച്ചാൽ ഇത് വിറ്റോളൂ. എന്തിന്? പോകാൻ കാശ് വേണ്ടേ? നിന്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിച്ചിട്ട് എനിക്കെങ്ങും പോകണ്ട. പിന്നെ ഞാൻ നിന്നെ പലപ്പോഴും വേദനിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നീ അങ്ങ് ക്ഷമിച്ചേക്ക്. അതൊന്നും സാരമില്ല. അച്ചൂട്ടൻ ഇത് വാങ്ങൂ. വേണ്ട നന്ദിനിക്കുട്ടി, അത് ശരിയാവില്ല. സ്റ്റോപ്പ് 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 സ്റ്റോപ്പ്. മഹാഭാവി ചത്തനല്ലോടാ. ഇന്ന് ഞാൻ സംഭവം എന്താ? ചെക്കിംഗ് ഇൻസ്പെക്ടറായി നിയമിച്ചുകൊണ്ടുള്ള നിയമന ഉത്തരവ്. WBC-യോട് വണ്ടി പോട്ടെ. അതെ പോട്ടെ. ഒരു ചെക്കിംഗ് ഇൻസ്പെക്ടറെ നിയമിക്കുമ്പോഴേ കണ്ടക്ടർ മുൻകൂട്ടി അറിഞ്ഞിരിക്കണം. അതാ ലേബർ നിയമം. KPTTC-യുടെ നിയമം ഇങ്ങനെയാണ്. നിയമം കയ്യിലിരിക്കത്തേ ഉള്ളു കേട്ടോ. ചെക്കിംഗ് ഇൻസ്പെക്ടർ നാളെ മുതൽ വന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. മുൻകൂട്ടി അറിഞ്ഞിരുന്നാലേ എനിക്കൊരു തയ്യാറെടുപ്പിനുള്ള സമയം കിട്ടുമല്ലോ. അതുകൊണ്ടാ നിന്നെ നിന്നെ ശരിയാക്കി തരാം. അയ്യോ, ഇതിലടിച്ച് വണ്ടി നിർത്താൻ. അയ്യോ, അവള് മാല തന്നപ്പോ അത് വാങ്ങിക്കാമായിരുന്നു. അത് വിറ്റാൽ എത്ര രൂപ കിട്ടും? 2000-മോ അല്ലെങ്കിൽ 3000-മോ? ബാക്കി രൂപ നിങ്ങൾ തരുമോ? അല്ല, അത് കിട്ടിയാ ഒന്നുമില്ലേലും എന്റെ 500 രൂപ. പക്ഷേ എച്ചിത്തരം പറയരുത് കേട്ടാ. ഒരുത്തരം ഇവിടെ കച്ചവടം അവസാനിപ്പിച്ച് കടയം പൂട്ടിയിരിക്കുക. അപ്പോഴാ മനസാക്ഷിയില്ല സംസാരിക്കരുത്. പക്ഷെ മനസാക്ഷിയില്ല സംസാരിക്കരുത്. ദുബായി പോകാത്തവരൊന്നും ഈ നാട്ടിൽ ജീവിക്കുന്നില്ല അല്ലേ? പിന്നെ അങ്ങനെ ജീവിച്ചാലേ യവന് നന്ദിനെ കിട്ടൂല. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വിസയുടെ കാലാവധി കഴിഞ്ഞില്ലേ? അച്യുതൻ ദുബായി പോയാ അമ്മാവൻ നന്ദിനെ കെട്ടിച്ചു തരുമോ? കെട്ടുവെന്ന് മാത്രമല്ല, അയാൾ കൈയടക്കി വെച്ചിരിക്കുന്ന 5 ഏക്കർ പുരയിടം ഞാൻ പിടിച്ചു വാങ്ങുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു പണി ചെയ്യാം. ദുബായി പോന്നെന്നും പറഞ്ഞ് അച്യുതൻ കുറച്ചു നാൾ ഒളിച്ചു താമസിക്കട്ടെ.
അച്യുതാ, ആലോചിക്കാവുന്ന ഒരു വഴിയാണല്ലോ അത്. എടാ, ഇതൊന്നും അമ്മാവും വിശ്വസിക്കത്തില്ല. അതെന്താ? ആദ്യം നാട്ടിൽ മുഴുവൻ കനത്ത പബ്ലിസിറ്റി കൊടുക്കുക, ദുബായ് പോവാണ് എന്ന്. ഉരുളംപാറയില് എന്റെ ഫ്രണ്ടിന്റെ ഒരു ലോഡ്ജ് ഉണ്ട്. ഒളിച്ചു താമസിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഒരൊറ്റ കുഞ്ഞറിയത്തുമില്ല. പക്ഷെ അവിടെ വാടക കൊടുക്കാനും ചെലവ് കഴിയാനും ഒക്കെ എന്താ വഴി? അത് നമ്മുടെ കണ്ടക്ടർ വിചാരിച്ച നടക്കും. എന്താ അച്യുതാ? ഇത് നടന്നാൽ കൊള്ളാം. തീർച്ചയായും നടക്കും. ആ, നിങ്ങൾ ധൈര്യമായിട്ട് പബ്ലിസിറ്റി തുടങ്ങിക്കോ. അങ്ങനെയാണെങ്കിൽ വെച്ച് നീട്ടേണ്ട കാര്യമില്ല. നാളെ തന്നെ നമ്മൾ പബ്ലിസിറ്റി തുടങ്ങും. ആ, ദമോട്ടാ, ദമോട്ടാ, ഞാൻ ദുബായിലേക്ക് പോവുകയാണ്. അതെയോ? അതുകൊണ്ട് ദാമോട്ടന്റെ അനുഗ്രഹം വേണം. എപ്പോഴാ യാത്ര? അടുത്ത ബുധനാഴ്ച. പിന്നെ നമ്മുടെ കുഞ്ഞിക്കണ്ണനോടും അബ്ദുക്കയോടും ഒന്ന് പറഞ്ഞേക്കണേ. ഒരു നല്ല കാര്യത്തിനല്ലേ, എല്ലാവരും അനുഗ്രഹം വേണം. പോയി നന്നായി വാ. അച്യുതാ, ദുബായി പോവല്ലേ? അല്പം സെന്റ് അടിച്ചിട്ട് പോകും. തന്നത്തെ അടിച്ചോണ്ടിരുന്നാ മതി. അമ്മാവാ, ഒന്ന് അനുഗ്രഹിച്ചേക്കണേ. നന്നായി വാ മോനെ. അപ്പൊ എല്ലാരോടും അടുത്ത ബുധനാഴ്ച. ആ തോമാച്ചോ, തോമാച്ചോ, തോമാച്ചോ ഒന്ന് നിന്നേ, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. തോമാച്ചോ. ആ, വരുന്നോ? അടുത്ത ബുധനാഴ്ച ഞാൻ ദുബായിക്ക് പോവാ. അതിന് ഞാനെന്തോ വേണം? അല്ല, എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. ഇറങ്ങി പോണോ പുറത്ത്? കച്ചവടത്തിന്റെ തിരക്കിൽ അവന്റെ ഒരു ദുബായ്. പോണോ? എളവൻ അസൂയ. നാരായണ, ബുധനാഴ്ച ഞാൻ ദുബായിക്ക് പോവാ. നിന്റെ അനിയ അപ്പിടത്തോടെ പറഞ്ഞേക്കണേ. തേങ്ങടാങ്ങണ്ട സാമൻ. അല്ല, ബുധനാഴ്ച ഞാൻ ദുബായിക്ക് പോവുകയാണ്. അപ്പൊ തിരിച്ചു വരുമ്പോ കാണാൻ പറ്റിയില്ലെങ്കിലോ, വലിയ സൂക്കടയൊക്കെ അല്ലേ. അതുകൊണ്ട് അനുഗ്രഹം തരണം. അല്ല, ഞാൻ ദുബായി പോകുന്നതിന് മുമ്പ് അനുഗ്രഹം വാങ്ങിക്കാന്ന് വിചാരിച്ചു. ഒന്ന് പോണോ പുറത്ത്? അതിനെ പിടിച്ച് തളർന്നെന്ന് പറഞ്ഞാ പോരെ? അതുകൊള്ള. അച്ചേട്ടൻ പോയി കാണുമെന്നാണ് വിചാരിച്ചത്. നന്ദിനിയോട് യാത്ര പറയാതെ ഞാൻ പോകുമെന്ന് കരുതിയോ? എന്തിനു യാത്ര പറയണം? ഞാനും അച്ചേട്ടനും തമ്മിൽ ഒരു ബന്ധവുമില്ലല്ലോ. ഇല്ലേ? അന്ന് അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. അല്ല നന്ദിനി, എനിക്ക് കൊഞ്ചാനും പുന്നാനും ചൊല്ലാനൊന്നും അറിയില്ല. സ്നേഹമുള്ളവരോട് ഞാൻ അല്പം ക്രൂരമായി പെരുമാറും. സ്നേഹമുള്ളവരോട് മാത്രം. നേരാണ് പറഞ്ഞത്. ദൂരെ നിന്നുകൊണ്ട് ഞാൻ വീർപ്പുമുട്ടുകയായിരുന്നു. എന്റെ സ്നേഹം എങ്ങനെ അറിയിക്കണമെന്നറിയാതെ ഞാൻ വിഷമിക്കുകയായിരുന്നു. ധാരാളം പണവുമായി ഞാൻ തിരിച്ചു വരും. അതുവരെ അല്ല, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നന്ദിനി എന്റെ സ്വന്തമാക്കാനാണ് ഞാൻ പണം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. ആര് ചോദിച്ചു അച്ചൂട്ടനോട് പണം? അല്ല, നന്ദിനി ചോദിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷേ അമ്മാവന്റെ മുന്നിൽ അന്തസ്സായി ചെന്ന് നിന്ന് പെണ്ണ് ചോദിക്കാൻ പണം ഒരു പ്രശ്നം തന്നെയാണ്. വെറും പണമല്ല, ഗൾഫ് മണി. പണക്കാരനായാലും ഇല്ലെങ്കിലും നന്ദിനി എനിക്ക് വേണ്ടി കാത്തിരിക്കില്ലേ? എന്നെ വിശ്വാസമില്ലേ? ഉണ്ട്, അതല്ല, ഞാൻ പോവുകയാണ്. ഐ വിൽ ബി ബാക്ക് വിത്ത് ഗൾഫ് മണി. ഓക്കെ? വണ്ടിയെ നിർത്തി പ്ലീസ്. ഒന്ന് റിവേഴ്സ് എടുത്ത്. മതി മതി. ഭാസ്കരേട്ടാ, ഞാൻ ദുബായിക്ക് പോവാണ്. നേരത്തെ വന്ന് കണ്ട് പറയാൻ പറ്റില്ല കേട്ടോ, ക്ഷമിക്കണം. എന്നെ ഒന്ന് അനുഗ്രഹിക്കാൻ വേണം. ദൈവം സഹായിച്ച് 8000 രൂപ ഒത്തു കിട്ടി. പോയിട്ട് എപ്പോഴാ വരിക? എത്രയും പെട്ടെന്ന് പണക്കാരനാവണം. ഈ നാട്ടിൽ പണമില്ലാത്തതിന് ഒരു വിലയുമില്ല ഭാസ്കരേട്ടാ. അല്ല, 12 മുപ്പതിനാ ഫ്ലൈറ്റ്. ഞാൻ പോയിട്ട് വരട്ടെ. നന്നായി വാ മോനെ.